ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമല്ലോ അല്ലെ. നമ്മുടെ വചനങ്ങളെല്ലാം ആത്മാവിൽ നിറച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നുണ്ട്. എല്ലാവർക്കും ആത്മാവിൽ നിറച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് വചനം പഠിച്ച് പാലിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ വചനം നമ്മൾ പഠിക്കുക, അതോടൊപ്പം പാലിക്കും കൂടി ചെയ്യുമ്പോൾ അത് ആത്മാവിലേക്ക് നിറയും. അതായത് യാക്കോബ് ശ്ലീഹ ലേഖനം 1:25 ഇപ്രകാരം പറയുന്നുണ്ട്: വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവനല്ല, അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ്. കേട്ടത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് വചനത്തെ പൂർണ്ണമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ എന്നേക്കുമായിട്ട് ആ വചനം നമ്മുടെ ഉള്ളിലേക്ക് കയറും. അതാണ് നമ്മുടെ ആത്മാവിലേക്ക് ആ വചനം ഇറങ്ങും. അങ്ങനെ നമുക്ക് ആ വചനത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് എല്ലാവർക്കും വചനം പഠിച്ച് അത് പാലിച്ചുകൊണ്ട് അങ്ങനെ ആത്മാവിൽ നിറച്ച് നമുക്ക് മുന്നേറാം. ഞാൻ എല്ലാവർക്കും പ്രത്യേകമായും പ്രാർത്ഥിക്കുന്നുണ്ട് ആ കൃപ കൂടുതലായി ലഭിക്കാനായിട്ട്. പ്രത്യേകിച്ച് ഈ വർഷം അതിനുവേണ്ടി നമുക്ക് കൂടുതൽ പരിശ്രമിക്കുകയും അതിനായിട്ട് നമുക്ക് പ്രയത്നിക്കുകയും ചെയ്യാം. അപ്പോൾ പ്രത്യേകമായി ഞാനും എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാവരെയും ഓർക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ആത്മീയ കാര്യം എന്ന് പറയുന്നത് ഈശോയിലൂടെ എല്ലാം ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് ഈ പോസ്റ്റിലാണെങ്കിൽ നിങ്ങൾ കോട്ടിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫിലിപ്പി 4:13 വചനം. ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, എന്നുണ്ടെങ്കിൽ കൂടി ഒന്ന് പറയാം. വചനം ഇതാണ്: എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4:13 I can do all things through him who strengthens me. ഈ വചനം നമുക്ക് എല്ലാവർക്കും, അതായത് നമ്മുടെ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള എല്ലാവർക്കും വരെ ഒരുപോലെ നന്നായിട്ട് അറിയാവുന്ന ഒരു വചനമാണ് ഈ വചനം. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ വചനത്തിനെ പറ്റി ഇപ്പൊ എന്താണ് ഇത്ര പ്രത്യേകമായിട്ട് വ്യാഖ്യാനിക്കാനുള്ളതെന്ന്. ശരിയാണ്, ആ വചനത്തിൽ തന്നെ അതിനുള്ള അർത്ഥമുണ്ട്. നമ്മൾ ചെറുപ്പം തൊട്ട് കേൾക്കണ ഒരു വചനമാണ്. അപ്പൊ പ്രത്യേകമായിട്ട് വ്യാഖ്യാനിക്കാനൊന്നുമില്ല. ഈ വചനത്തിന്റെ ഒരു അപ്ലിക്കേഷൻ ലെവലാണ് നമ്മൾ കാണാൻ പോണത്. അപ്പൊ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു തിയറി പാർട്ട് നമുക്കൊന്ന് കുറച്ചുകൂടി ഒന്ന് ഗ്രാഹ്യമാവാൻ വേണ്ടി നോക്കാം. അത് ഇത്രയേ ഉള്ളൂ. ഈ വചനത്തിനെ നമുക്ക് ആദ്യമായി തന്നെ ഒരു 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് എന്നെ ശക്തനാക്കുന്നവൻ. രണ്ടാമത്തെയും പറയണത് എല്ലാം ചെയ്യാൻ പറയണതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെയും പറയണത് എനിക്ക് സാധിക്കും. അപ്പൊ ആദ്യത്തെയും പറയണ എന്നെ ശക്തനാക്കുന്നവൻ എന്ന് പറയുന്നത് ആരാണ്? എന്നെ ശക്തനാക്കുന്നവൻ ഈശോയാണ് എന്നെ ശക്തനാക്കുന്നവൻ. അതാണ് ഈ യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഈശോ പ്രകാരം പറയുന്നുണ്ട്: എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ ആ വചനം എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈശോയുടെ കൃപ കൂടാതെ, ഈശോ ഇല്ലെങ്കിൽ, ഈശോയുള്ള ആ ആശ്രയം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. ഈശോ കൃപ തരുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആ വചനം അതിനാൽ തന്നെ വ്യക്തമാണ്. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് എന്നെ ശക്തനാക്കുന്നതിന് ഉദ്ദേശിക്കുന്നത് ഈശോയാണ്. ഈശോയാണ് നമ്മളെ ശക്തരാക്കുന്നത്. അപ്പോൾ ഇതിനോട് അനുബന്ധിച്ചുള്ള മറ്റൊരുപാട് വചനങ്ങളുണ്ട്, നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ ഈശോ. രണ്ടാമത്തെ കാര്യം എല്ലാം ചെയ്യാൻ എന്ന് ഉദ്ദേശിക്കുന്നത് പാപം ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. പാപം ഒഴികെ ബാക്കി എല്ലാ നന്മ പ്രവൃത്തികളും ചെയ്യാൻ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഈശോയ്ക്ക് നമ്മളെ കുറിച്ചുള്ള എല്ലാ പദ്ധതികളും, ഈശോ നമ്മളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും ഒന്നുപോലും വിട്ടുപോകാതെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈശോ നമ്മളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും ഒന്നുപോലും വിട്ടുപോകാതെ ചെയ്യാൻ എന്നുള്ളതാണ്, എല്ലാം ചെയ്യാൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് സാധിക്കും എന്നുള്ളതാണ്. എനിക്ക് സാധിക്കും എന്നുള്ളത് ഈശോയിൽ ആശ്രയിച്ച് എല്ലാം ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. അപ്പൊ ഈ തിയറി പാർട്ട് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: ഈശോയിലൂടെ, എന്നെ ശക്തനാക്കുന്ന ഈശോയിലൂടെ, ഈശോ എന്നിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും, എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതികളെല്ലാം ഒന്നുപോലും വിട്ടുപോകാതെ എല്ലാം ചെയ്യാൻ ഈശോയിൽ ആശ്രയിച്ച് എനിക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ തിയറി പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ അപ്ലിക്കേഷൻ ലെവലിലേക്ക് കിടക്കുകയാണ്. അതായത് അപ്ലിക്കേഷൻ ലെവലിലേക്ക് കിടക്കുക എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ഈ വചനം എല്ലാവർക്കും അറിയാം, പക്ഷേ ഈ വചനം നമ്മൾ പഠിക്കാറുണ്ട്, ഇപ്പോൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഞാനും അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ ഒരു അസാധ്യതകളുടെ സമയത്ത് ഈ വചനം നമ്മൾ ഉപയോഗിക്കാറുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനും അധികം ഉപയോഗിക്കാറില്ല. ഞാനും പലപ്പോഴും ഈ വചനം പഠിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് വല്ല പ്രശ്നം വന്നു കഴിഞ്ഞാൽ അയ്യോ അതിനെ ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ടെങ്കിലും ഞാൻ ഈ വചനം ഒരു പ്രശ്നം വരുമ്പോൾ ഈ വചനം അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ വചനം ഒരു അപ്ലിക്കേഷൻ ലെവലിലേക്ക് എത്തിക്കാൻ തുടങ്ങിയിട്ട് ഒരു 6 മാസമേ ആയിട്ടുണ്ടാവുള്ളൂ. അതെന്ന് പറയുന്നത് ഒരു 6 മാസത്തിന് മുമ്പായിട്ട് ഒരു മഠത്തില് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാനായിട്ട്, ഒരു മണിക്കൂർ ക്ലാസ് എടുക്കാനായിട്ട് ഈശോ ഒരു കർത്തവ്യം ഏൽപ്പിച്ചിരുന്നു. ആ മഠത്തിൽ ഇങ്ങനെ എല്ലാ ആഴ്ചയിലും എല്ലാ ഞായറാഴ്ചകളിലും ഇങ്ങനെ ശുശ്രൂഷ നടക്കുന്നതാണ്, ആരാധനയും അതുപോലെ തന്നെ വചന സന്ദേശം ക്ലാസ് എല്ലാം ആയിട്ട്.
അപ്പൊ അതിലെ ഒരു ദിവസത്തെ ക്ലാസ്സിനായിട്ട് ഈശോ തന്നെയാണ് പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഈശോയുടെ ഹിതമാണെന്നും അത് ഈശോ ആഗ്രഹിക്കുന്നതാണ് പലതരത്തിലെ വചനത്തിലൂടെയും അനുഭവത്തിലൂടെയും എല്ലാം ഈശോ അങ്ങനെ വ്യക്തമാക്കി തന്നിരുന്നു. അപ്പൊ ഞാനും അതൊക്കെ പറഞ്ഞ് ഞാനും അതിനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയിരുന്നു. അപ്പൊ ആ ക്ലാസ് എടുക്കാൻ പോകുന്ന ആ ദിവസം ആ മഠം അടുത്തുള്ള മഠമാണ്, വേറെ ആൾക്കാർ ഇങ്ങനെ ക്ലാസ്സിനെല്ലായിട്ട് എത്താറുണ്ട്. അപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ ഒരു ബ്രദറും ഉണ്ട്. പെട്ടെന്ന് ഇങ്ങനെ എന്തെന്നില്ലാത്തൊരു ശൂന്യത പോലെ, ഒരു ടെൻഷൻ പോലെ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരാനായിട്ട് തുടങ്ങി. എന്താണെന്നറിയില്ല, ക്ലാസ്സിന് വേണ്ടിയിട്ടെല്ലാം ഒരുങ്ങിയിട്ടുണ്ട്, എന്താ പറയേണ്ടതെന്നും എല്ലാം ഒരുങ്ങി പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്തെന്നില്ലാത്തൊരു ടെൻഷൻ, ഒരു ആകുലത, ഒരു വിഷമം പോലെ ഇതെടുക്കാൻ പറ്റാൻ ആ ഒരു ഗ്രേസിലേക്ക് അങ്ങോട്ട് കയറി വരുന്നില്ല. ഒന്നും ഫുള്ള് ആകെ ബ്ലാങ്കായി, ആകെ ശൂന്യതയായി, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്താ ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഇതിങ്ങനെ കൂടെ അല്ലാതെ കുറയുന്നില്ല. ക്ലാസ് എടുക്കാൻ പോയിട്ട് അവിടേക്കൊന്ന് നടന്നെത്താൻ പോലും പറ്റുന്ന തോന്നാത്ത പോലത്തെ ഒരു തരത്തിലുള്ള അവസ്ഥയായിരുന്നു. അപ്പൊ ആകെ ശൂന്യത ഇങ്ങനെ വന്ന സമയത്ത് പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേകത പറയുന്നത് നമുക്ക് ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ, ഒരു വചനം ചൊല്ലി പ്രാർത്ഥിക്കാനോ യേശുവിനെ വിളിക്കാനോ ഒന്നും പറ്റാത്ത പോലത്തെ ഒരു പ്രത്യേക സ്റ്റേജിലേക്ക് പലരും എത്തിയിട്ടുണ്ടാവാം. അപ്പൊ എനിക്ക് അങ്ങനെ ഉണ്ടായപ്പോ പ്രത്യേകിച്ച് ഈ ഒരു വചനം പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലേക്ക് കയറി വന്നു, ഈ ഫിലിപ്പി 4:13 വചനം. അപ്പോ വചനം എങ്ങനെ ഉള്ളിലേക്ക് വന്നപ്പോ ഞാൻ വിചാരിച്ചു, എന്തിട്ടിപ്പോ ഈ വചനം എങ്ങനെ വരണത്, അതായത് ഈ വചനം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോ ഈ വചനം വെച്ചിപ്പോ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ, അങ്ങനെ ഞാൻ ഓർത്തു. പക്ഷെ ആ വചനം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ശക്തമായിട്ട് ഒരു പ്രേരണ എങ്ങനെ കിട്ടി. അപ്പൊ ആ വചനം ഫിലിപ്പി 4:13 എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നാ പറഞ്ഞ ആ വചനം അങ്ങനെ ഒരു 3 പ്രാവശ്യം ഞാൻ ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ചു. ആ 3ാമത്തെ പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുന്നതോടുകൂടി പിന്നെ എന്താണെന്നറിയില്ല, പെട്ടെന്ന് ആ ഒരു ചിന്ത അല്ലെങ്കിൽ അസ്വസ്ഥതപ്പെടുത്തുന്ന ആ ഒരു ടെൻഷൻ, ആ ഒരു ആകുലത, ആ ഒരു ശൂന്യത എന്നേക്കായിട്ട് അത് വിട്ടുപോയി. അത് ഞാനിങ്ങനെ അനുഭവിച്ചറിഞ്ഞു. മാത്രമല്ല അവിടെ എത്തി അവർ 1 മണിക്കൂറുള്ള ആ ക്ലാസ്സും ആരാധനയും ആ ശുശ്രൂഷ ലീഡ് ചെയ്യണതെല്ലാം വലിയ അഭിഷേകത്തോടു കൂടി ഈശോ നയിക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്നാണ് എൻ്റെ ആദ്യത്തെ ഇൻസിഡന്റ് ഈ ഒരു അപ്ലിക്കേഷൻ ലെവലിലേക്ക്, ഈ വചനം ഇങ്ങനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായൊരു മാറ്റം, ആ വചനത്തിലുള്ള ഒരു വിശ്വാസം കൂടുതലായിട്ട് വർദ്ധിച്ചു വന്നത്. പിന്നീട് ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ, ഒരുപക്ഷെ പഠിക്കാതിരിക്കുമ്പോഴാവാം, അല്ലെങ്കിൽ മറ്റ് പല ജോലികൾ ചെയ്യുമ്പോഴാവാം, അല്ലെങ്കിൽ ഇതുപോലെ ചിലപ്പോൾ ചില വീഡിയോ എടുക്കാൻ നിൽക്കുന്നതിന് മുമ്പൊക്കെ ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറ്റാതെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ പ്രത്യേകമായിട്ട് ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെതായ മാറ്റം, ഈശോ പ്രവർത്തിക്കുന്ന ഒരു അത്ഭുതം കാണാനായിട്ട് പലപ്പോഴും ഇടയായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ ഒരു വചനം എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ഇടാനായിട്ട് വിചാരിച്ചത്. അപ്പൊ നമുക്കും നമ്മുടെ അസാധ്യതകളുടെ സമയങ്ങളിൽ ഈ വചനം ഓർക്കുവാനും ആ വചനം ഓർത്ത് പ്രാർത്ഥിക്കുവാനും, ഈശോ ആ വചനം ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിലേക്ക് വർഷിക്കുന്ന പല അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുവാനും, ഈശോയുടെ ശക്തമായ പ്രവർത്തനങ്ങളുടെ സാക്ഷികളായി മാറുവാനും ഈശോ നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ.